46-ാം ശ്ലോകത്തിൽ നാം കണ്ടതുപോലെ ഭഗവാൻ കൃഷ്ണന്റെ ഇടതുഭാഗത്ത് നിന്ന് സർവജ്ഞനായ മഹാദേവൻ ആവിർഭവിച്ചു. ഇനി 47-ാം ശ്ലോകത്തിൽ ആവിർഭവിച്ച ഉടനെ മഹാദേവൻ തൻ്റെ പ്രഭുവായ ശ്രീകൃഷ്ണനെ എങ്ങനെ സ്തുതിച്ചു എന്ന് നമുക്ക് നോക്കാം. 47-ാം ശ്ലോകം മഹാദേവന്റെ സ്തുതി. ശിവൻ ശ്രീകൃഷ്ണനെ വന്ദിക്കുന്നതിനെക്കുറിച്ചാണ് ഈ ശ്ലോകം വിവരിക്കുന്നത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ശുദ്ധ സ്ഫടിക സംഘാശം തപ്ത കാഞ്ചന ഭൂഷണം ദൃഷ്ട്വാ തുഷ്ടാവ സവിഭുഃ കൃഷ്ണം പരമകലാധരം. പദാനുപദ അർത്ഥം: ശുദ്ധ സ്ഫടിക സംഘാശം, ശുദ്ധമായ സ്ഫടികത്തിന് തുല്യമായ പ്രകാശത്തോടുകൂടിയവനെ. ശിവന്റെ പ്രഭയെയും ഇവിടെ സൂചിപ്പിക്കുന്നു. തപ്ത കാഞ്ചന ഭൂഷണം, ഉരുക്കിയ പൊന്നുപോലെ തിളങ്ങുന്ന ആഭരണങ്ങൾ അണിഞ്ഞവനെ, ശ്രീകൃഷ്ണനെ ഉദ്ദേശിച്ച്. ദൃഷ്ട്വാ, ദർശിച്ചിട്ട്, തുഷ്ടാവ, സ്തുതിച്ചു, സഹ, ആ, വിഭുഃ, വിഭുവായ മഹാദേവൻ, കൃഷ്ണം, ശ്രീകൃഷ്ണനെ, പരമകലാധരം, പരമമായ കലകളെ അഥവാ ശക്തികളെ ധരിച്ചവനെ. ഈ ശ്ലോകത്തിൻ്റെ സാരം: ആ വിഭുവായ മഹാദേവൻ ഒരുക്കിയ പൊന്നുപോലെയുള്ള ആഭരണങ്ങൾ അണിഞ്ഞവനും സകല കലകളുടെയും അധിപനുമായ ശ്രീകൃഷ്ണനെ ദർശിച്ച ശേഷം ഭക്തിപൂർവം സ്തുതിച്ചു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും ഈ ശ്ലോകം ശിവകൃഷ്ണ ഐക്യത്തിൻ്റെ മനോഹരമായൊരു ചിത്രം നൽകുന്നു. സ്ഫടികവും സ്വർണവും. ശിവൻ ശുദ്ധ സ്ഫടികം പോലെ നിർമ്മലനാണ്. അതായത് ശിവന്റെ ശരീരപ്രഭ പലപ്പോഴും സ്ഫടികത്തോടാണ് ഉപമിക്കാറുള്ളത്. കൃഷ്ണൻ തപ്തകാഞ്ചനം പോലെ തേജസ്വിയാണ്. പ്രകാശവും വർണ്ണവും ചേരുന്നത് പോലെയാണ് ഇരുവരുടെയും സംഗമം. വിഭു വന്ദിക്കുന്നു. പ്രപഞ്ചനാഥനായ വിഭു അഥവാ ശിവൻ മറ്റൊരു വിഭുവിനെ, ശ്രീകൃഷ്ണനെ വന്ദിക്കുന്നത് കാണിക്കുന്നത് പരമാത്മാവ് ഒന്നാണെന്നും ഭാവങ്ങൾ മാത്രമാണ് വ്യത്യസ്തമെന്നുമാണ്. പരമകലാധരൻ കൃഷ്ണൻ പൂർണ്ണ അവതാരമാണ്. സകല വിദ്യകളും കലകളും അവിടുത്തെ അധീനതയിലാണ്. ശിവൻ ജ്ഞാനസ്വരൂപനാകയാൽ ആ ജ്ഞാനത്തിൻ്റെ ഉറവിടത്തെ തിരിച്ചറിഞ്ഞ് വന്ദിക്കുന്നു. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, ശിവൻ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ജ്ഞാനമുള്ള ഒരാൾ എപ്പോഴും ഭക്തിയുള്ളവനായിരിക്കും. അഹങ്കാരമില്ലാതെ ഈശ്വരനെ സ്തുതിക്കുന്ന ശിവൻ നമുക്ക് നൽകുന്ന സന്ദേശം വിനയത്തിൻ്റെതാണ്. നിന്റെ ഉള്ളിലെ ജ്ഞാനം, അതായത് ശിവൻ, നിന്റെ ആത്മാവിനെ, കൃഷ്ണനെ തിരിച്ചറിയുമ്പോൾ അവിടെ ശാന്തിയുണ്ടാകുന്നു. മഹാദേവൻ ഭഗവാനെ സ്തുതിച്ചു. ഇനി 48-ാം ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ ശിവനോട് എന്താണ് കൽപ്പിച്ചത് എന്നും അവർ തമ്മിലുള്ള ആ ഗഹനമായ രഹസ്യം എന്താണെന്നും നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണന്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.